ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് ഈ ഒരു വീട്ടിൽ നമുക്ക് കുറച്ച് ക്യാമറ സെറ്റ് ചെയ്യാനുണ്ട്. മൊത്തത്തിൽ നമുക്ക് 8 ക്യാമറയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. വന്ന ഉടനെ തന്നെ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 ക്യാമറയാണ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് വ്യൂ വരുന്നത്. താഴെ നമുക്ക് 5 ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാ വയറും നമുക്ക് മുകളിലുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള പരിപാടിയാണ് അക്ഷയ് ബ്രോയും നൗഫിലേക്കും ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വഴി ഈ ഒരു ഓസ് വലിച്ച് നമുക്ക് നേരെ പുറകിലോട്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ അടിയിലുള്ള എല്ലാ ക്യാമറയും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ, പിന്നെ അതേപോലെ വെഹിക്കിൾ ഡിറ്റക്ഷൻ, പിന്നെ അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടാണ് ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. IP ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യണത് AVR ആണ്. AVR നല്ല അടിപൊളിയായിട്ട് ഹാർഡ് ഡിസ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ നൗഫിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട എല്ലാ ഡിവൈസുകളും നല്ല പ്രോപ്പറായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വയർ അപ്പുറത്തേക്ക് എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ വയറെല്ലാം വലിച്ച് ഇനിയിപ്പോൾ കോൺഫിഗറേഷൻ ചെയ്ത് ക്യാമറകളെല്ലാം അപ്ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും മുന്നേ നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ വയറും ജാക്ക് എല്ലാം അടിച്ച് സെറ്റാക്കി കൊടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്ക് അടിക്കേണ്ട വിധം എങ്ങനെയായിരുന്നു. ഇതൊരു പ്രത്യേക രീതിയിൽ വയർ അറേഞ്ച് ചെയ്തിട്ടാണ് ജാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ക്രിമ്പിംഗ് ടൂളാണ് ജാക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ജാക്ക് അടിക്കേണ്ട പരിപാടിയും കണക്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ കണക്ഷൻസും പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് ഈ ഒരു വീടിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരു ക്യാമറ കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കണക്ഷൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തു. നിലവിലിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഫിഗറേഷൻ്റെ സ്റ്റേജാണ്. കോൺഫിഗറേഷൻ്റെ സ്റ്റേജ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റാക്കി വരുവാണ്. നൗഫിലേക്ക് ഈ ഒരു ക്യാമറകളെല്ലാം ഈ എല്ലാ IP ക്യാമറയും ഓൺലൈനിൽ കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. അതിനെല്ലാം മുന്നേ ഈ ഓരോ ക്യാമറയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വൽ, അതായത് കാണുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ബ്രൈറ്റ്നസ്സും പിന്നെ കോൺട്രാസ്റ്റും അതങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിയത് ക്യാമറ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണ ഒരു ടൈപ്പ് ക്യാമറ ഉണ്ടോ, അതായത് നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഒരു ക്യാമറയൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അങ്ങനെ കോൺഫിഗറേഷൻ്റെ എല്ലാ സ്റ്റേജ് നിലവിൽ കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു സായാഹ്നമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കമ്പനി ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള ഞങ്ങളുടെ സർവീസസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ ചാനലിനെ പറ്റി. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള ചാനലാണ്. പ്രത്യേകിച്ച് ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ഈ ചാനൽ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.